എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ശബ്ദവിഭാഗത്തെക്കുറിച്ച് പഠിക്കാം. എന്താണ് ശബ്ദം? ഒരു അർത്ഥത്തെ കുറിക്കുന്നതിനായി വർണ്ണങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന അക്ഷരക്കൂട്ടത്തിനാണ് ശബ്ദം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വർണ്ണങ്ങൾ എന്താണെന്ന് അറിയണം. ക എന്ന അക്ഷരമുണ്ടാകുന്നത് ക് അധികം അ. ഈ ക് ആ എന്നീ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേർന്നിട്ടാണ് ക എന്ന അക്ഷരം ഉണ്ടാകുന്നത്. ഈ കീനെയും ആനെയും വീണ്ടും നമുക്ക് പിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഉച്ചാരണത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം. ചേർന്നു എന്ന വാക്ക് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക? അതിൽ വരുന്ന വർണ്ണങ്ങൾ നോക്കാം. ച് പ്ലസ് എ പ്ലസ് എർ പ്ലസ് ന് പ്ലസ് ഉ. ഇത്രയും വർണ്ണങ്ങളാണ് ചേർന്നു എന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ കിട്ടുന്നത്. ചേർന്നു എന്നതിലെ ഇറ് ചില്ലാണ്. അപ്പോൾ വർണ്ണങ്ങളിൽ ഏതൊക്കെ വരും? ചന്ദ്രക്കലയിട്ട വ്യഞ്ജനങ്ങൾ വരും, സ്വരങ്ങൾ വരും, ചില്ലുകൾ വരും, അനുസ്വാരങ്ങൾ വരും. ഇത്രയുമാണ് വർണ്ണങ്ങളിൽ വരുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഒരു അർത്ഥത്തെ കുറിക്കുന്നതിനായി എന്ത് കൂട്ടിച്ചേർക്കണം? വർണ്ണങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് എന്തുണ്ടാക്കും? അക്ഷരക്കൂട്ടം ഉണ്ടാക്കും. ആ അക്ഷരക്കൂട്ടത്തിനെയാണ് എന്തു പറയുന്നത്? ശബ്ദം. ആ ശബ്ദത്തിൻ്റെ മറ്റൊരു പേരാണ് പ്രകൃതി. ഇനി നമുക്ക് കുറച്ച് വർണ്ണങ്ങൾ എടുത്തിട്ട് ശബ്ദം ഉണ്ടാക്കാലോ. വ് പ്ലസ് ഇ എന്താണ്? വി. ണ് പ്ലസ് ഉ എന്താണ്? നു. അപ്പോൾ നമുക്കൊരു ശബ്ദം കിട്ടിയോ? വീണു എന്നൊരു ശബ്ദം കിട്ടിയോ? അതിന് ഒരർത്ഥം കിട്ടുന്നുണ്ടോ? വീണു എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ഈ ശബ്ദത്തിൻ്റെ മറ്റൊരു പേരാണ് പ്രകൃതി. അർത്ഥയുക്താക്ഷരം ശബ്ദമതേ പ്രകൃതി എന്നതും വ്യക്തമായല്ലോ. ഇനി നമുക്ക് പദം എന്താണെന്ന് നോക്കാം. പദം എന്നാൽ പ്രയോഗിപ്പാൻ സജ്ജമായുള്ള ശബ്ദമാണ്. ശബ്ദം നമ്മൾ പഠിച്ചു, അതിനൊരർത്ഥം ഉണ്ടാകണം. അതിനെ നമ്മളൊരു വാക്യത്തിൽ പ്രയോഗിക്കാൻ സജ്ജമായ ശബ്ദമാക്കി മാറ്റുമ്പോൾ അതിന് പറയുന്ന പേരാണ് പദം. ഉദാഹരണം നോക്കാം. ചെറു എന്നൊരു ശബ്ദം എടുക്കുക. അതിനെ നമ്മളൊരു വാചകത്തിൽ പ്രയോഗിക്കുമ്പോൾ എങ്ങനെയാണ് പ്രയോഗിക്കുക? ചെറുപ്പമാണ്, ചെറുപ്പമല്ല, ചെറുതാണ്, ചെറുതല്ല എന്ന് മാറ്റിയിട്ടല്ലേ പ്രയോഗിക്കുക. അല്ലാതെ ചെറുവാണ്, ചെറുവല്ല എന്നല്ലല്ലോ നമ്മൾ പ്രയോഗിക്കുക. ചെറുപ്പമാണ് എന്നല്ലേ മാറ്റി പ്രയോഗിക്കുക. അതാണ് പറയുന്നത് പദം എന്നാൽ പ്രയോഗിക്കാൻ സജ്ജമായ ശബ്ദമാണ്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യം തരാം. കരിമ്പ് ശബ്ദമാണോ പദമാണോ? അടുത്തത് പ്രകൃതിയും പ്രത്യയവും. പ്രകൃതി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ശബ്ദം തന്നെയാണ് പ്രകൃതി. പ്രകൃതിയെ നമുക്കിങ്ങനെ പറയാം. പ്രത്യേകമായ ഒരു അർത്ഥത്തെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ള അക്ഷരമോ അക്ഷരങ്ങളോ ആണ് പ്രകൃതി. ഇതിന് തന്നെയാണ് ശബ്ദം എന്ന് പറയുന്നത്. ഉദാഹരണം സീത, ആന, തീ. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതിൽ നിന്നും അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആന എന്ന മൃഗമാണെന്നും അത് തീയാണെന്നും സീത എന്നുള്ളത് ഒരാളുടെ പേരാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതാണ് പ്രകൃതി. ഇനി എന്താണ് പ്രത്യയം? അതായത് പ്രകൃതിയുടെ അർത്ഥത്തിൽ ചെറിയ വിശേഷങ്ങൾ വരുത്തുന്നതിനും പ്രകൃതിക്ക് വാക്യത്തിലെ മറ്റ് പദങ്ങളോടുള്ള ബന്ധം പൂർണ്ണമായി ദ്യോതിപ്പിക്കുന്നതിനും വേണ്ടി പ്രകൃതിയുടെ പിന്നിൽ ചേർക്കുന്ന അസ്വതന്ത്ര വർണ്ണങ്ങൾക്കാണ് പ്രത്യയം എന്ന് പറയുന്നത്. കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, അത് ഉദാഹരണം പറയുമ്പോൾ വ്യക്തമാകും. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഇന്ത്യയിലെ എന്ന് മാത്രം നമുക്കെടുക്കാം. ഇന്ത്യ പ്ലസ് ഇലെ, ഇന്ത്യയിലെ. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അർത്ഥം കിട്ടുന്നില്ലേ? അപ്പോൾ അത് ശബ്ദമാണ്, പ്രകൃതിയാണ്. ഈ ഇന്ത്യക്ക് അതിന് പിന്നിൽ വരുന്ന മറ്റു പദങ്ങളുമായി ഒരു ബന്ധം കൊടുക്കുന്നത് ആ ഇലയെ കൂട്ടിച്ചേർക്കുമ്പോഴാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ആ ഇലയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. ഇന്ത്യ എന്ന പ്രകൃതിക്ക് ഇലേ എന്ന പ്രത്യയം ചേർക്കുമ്പോഴാണ് അവിടെ ആ വാക്കിന് അർത്ഥം പൂർണ്ണത വരുന്നത്. അത് മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്. പ്രകൃതിക്ക്, അതായത് ഇന്ത്യ, വാക്യത്തിലെ ഇതര പദങ്ങളോടുള്ള ബന്ധം പൂർണ്ണമായി ദ്യോതിപ്പിക്കുന്നതിന് വേണ്ടി പ്രകൃതിയുടെ പിന്നിൽ ചേർക്കുന്ന അസ്വതന്ത്ര വർണ്ണങ്ങൾക്കാണ് പ്രത്യയം എന്ന് പറയുന്നത്. വ്യക്തമായോ എന്താണ് പ്രകൃതി, എന്താണ് പ്രത്യയം എന്നുള്ളത്? ഒരു ഉദാഹരണം കൂടി നോക്കാം. രാജു കടയുടെ ഉള്ളിൽ പോയി. ഇതൊന്ന് സ്വയം ചെയ്ത് നോക്കിയാട്ടെ. ആദ്യം നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം. രാജു, കട, ഉടെ, ഉള്ള്, ഇൽ, പോ, ഇ. ഇതിൽ നിന്നും പ്രകൃതിയും പ്രത്യയവും വേർതിരിച്ചാട്ടെ. പ്രകൃതി എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം വേണം. രാജു, കട, ഉള്ള്, പോ, ഇതിനൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ നമുക്കിതിനെ എന്ത് വിളിക്കാം? പ്രകൃതി എന്ന് വിളിക്കാം. ഈ പ്രകൃതിയോട് ചേർക്കുന്നതാണ് പ്രത്യയങ്ങൾ. ഉടെ, ഇൽ, ഇ. രാജു കടയുടെ, കട എന്ന ശബ്ദം പ്രകൃതി, അതിൻ്റെ ഒപ്പം ഉടെ എന്ന് ചേർക്കുമ്പോൾ അതിന് മറ്റു പദങ്ങളുമായി ബന്ധം കിട്ടുന്നു. വ്യക്തമായോ?
നമ്മൾ നേരത്തെ പറഞ്ഞു പദം എന്നാൽ പ്രയോഗിപ്പാൻ സജ്ജമായ ശബ്ദമാണ് എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാട്ടെ, കടയുടെ ഇതിൽ കട എന്ന് പറയുന്നത് പ്രകൃതിയും ഉടേ എന്നുള്ളത് പ്രത്യയമാണ്. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് പ്രയോഗിക്കാൻ സജ്ജമായ ഒരു പദമായി മാറുന്നത്. അപ്പോൾ പദത്തിൽ എന്തൊക്കെ ഉണ്ടാവും? പ്രകൃതിയും പ്രത്യയവും കൂടി ചേർന്നതാണ് പദം. ഇനി ധാതു, ഇടനില ഒക്കെ പറയാനുണ്ട്. എല്ലാം ഒന്നിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാകും. ബാക്കി അടുത്ത ക്ലാസ്സിൽ തുടരാം.